മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയിൽ S&P 500ഉം നാസ്ഡാക്കും കഴിഞ്ഞൊരു 7 വീക്കിലും ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനിയിപ്പോൾ ഡൗ ജോൺസിന്റെ കേസാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു സെഷൻ 4 സെഷനിൽ ഒരു ഇടിവിന് ശേഷം കഴിഞ്ഞൊരു സെഷനിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെന്റം മുന്നോട്ടേക്കും തുടരുമെന്ന് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ പ്രിയ പറഞ്ഞതുപോലെ നാസ്ഡാക്ക് ഇൻഡെക്സ് എടുക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. ഇൻഫാക്ട് ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഈ ആഴ്ച എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ 20,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് മറികടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമ്മൾ ടെക്നോളജി സ്റ്റോക്സിൽ ഒന്നും തന്നെ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻസ് തുടർന്ന് ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 39,200. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രെന്റ് ക്രൂഡ് ഇന്ന് ഒരു തുടക്കത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 84 ബാരലിന് $84 മറികടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ 84.03 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ബ്രെന്റ് ക്രൂഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ബിഹേവ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്തെന്നാൽ നമ്മൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഒരു ട്രെൻഡ് ശ്രദ്ധിക്കുമ്പോഴേക്കും ഏപ്രിൽ മുതൽ ജൂൺ തുടക്കം വരെ വി സോ ബെയറിഷ്നെസ്, വി സോ കറക്ഷൻ, വി സോ സെല്ലിംഗ് പ്രഷർ. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും രണ്ടും ബെയറിഷായി മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 9 സെഷൻസിൽ നമ്മൾ തുടർച്ചയായിട്ട് ക്രൂഡിന്റെ കേസിൽ വി ഹാവ് സീൻ എ റിക്കവറി. പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാൻ സാധിച്ചു. ആൻഡ് WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും അതിൻ്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയ $80 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് ക്രൂഡിന്റെ കേസിൽ അവോയ്ഡ് ചെയ്യുക. ഗോൾഡ് ഇന്നിപ്പോൾ 0.14% ഒരു നേട്ടത്തിൽ ട്രൈ ഔൺസിന് 2322 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സാർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സ്വർണത്തിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് $2,365. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,295 ലെവൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെന്നാൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു $100 to $150 കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ആഭ്യന്തര വിപണിയിൽ നിഫ്റ്റി 66 പോയിന്റിന്റെ നേട്ടത്തിൽ 23,465 എന്ന റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ തന്നെയായിരുന്നു 23,490 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാർ പ്രധാനമായിട്ടും സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റിയുടെ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. എങ്കിലും ഞാൻ വിചാരിച്ച അത്രയും ശക്തമായിട്ടൊരു മൊമെന്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 2 മേജർ റെസിസ്റ്റൻസസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 23,725. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,270. നിഫ്റ്റി ബാങ്കും 156 പോയിന്റിന്റെ നേട്ടത്തിൽ 50,002 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ 50,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. 50,102 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്കും ഉയർന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് അഗെയിൻ നിഫ്റ്റി 50 കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു
ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 50,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. കുറച്ച് സ്റ്റോക്ക് ഇൻ ഫോക്കസ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ടാറ്റ ഗ്രൂപ്പിൽ നിന്നുമുള്ള 1-2 സ്റ്റോക്കുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 0.77% ഒരു നേട്ടത്തിൽ 993 എന്ന റേഞ്ചിലാണ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5% നേട്ടത്തിൽ 6,731 എന്ന റേഞ്ചിലാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തത്. അതോടൊപ്പം ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ച് 0.46% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിനെ സംബന്ധിച്ച് അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും വീക്കിലി നോക്കുമ്പോഴും ഒരു ഇടിവ് തന്നെയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കഴിഞ്ഞ കുറച്ചായിട്ടൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക്. കഴിഞ്ഞൊരു 1 വീക്ക് ഓൾമോസ്റ്റ് ഒരു 3% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിലും 1% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ടാറ്റ ഓഹരികളെ കുറിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? ലോങ് ടേമിൽ ഇപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ടാറ്റ ഓഹരികളുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഓരോ ടാറ്റ സ്റ്റോക്സ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മാർച്ച് മാസത്തിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച 1062 രൂപ. ആൻഡ് മാർച്ച് മാസത്തിന് ശേഷം ഈ ടാറ്റ മോട്ടോഴ്സിൽ കനത്ത ഇടിവൊന്നും കണ്ടില്ലെങ്കിൽ പോലും അതിൽ നേട്ടമൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേണിലായിരുന്നു ട്രേഡിംഗ് നടന്നു വന്നത്. സ്റ്റോക്കിന് വളരെ മേജർ സപ്പോർട്ട് ഏരിയ 850 റുപ്പീസിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് കഴിഞ്ഞ ഒരു 6-7 സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കറന്റ് ലെവൽസ് അറൌണ്ട് 1000 റുപ്പീസ് തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 940 റുപ്പീസിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്കൊരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ തന്നെ വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. Now, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ മാർച്ച് മാസത്തിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. ദാറ്റ് ഓൾ ടൈം ഹൈ ലെവൽ 9,756 രൂപയിൽ. ആൻഡ് അതിനുശേഷം ടാറ്റ മോട്ടോഴ്സിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കഴിഞ്ഞ 3 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ 6,900 റുപ്പീസ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 7,700, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 8,800. ഈ 3 റെസിസ്റ്റൻസ് ലെവലായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടാറ്റ ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷായി തന്നെ തുടരുന്നു. ടാറ്റ ടെക്നോളജി കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു അതിൻ്റെ ഒരു ഓൾ ടൈം ലോ ലെവൽ നമുക്ക് കാണാൻ സാധിച്ച 980 രൂപ. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇനി ബ്രേക്ക് ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ഓൺലി തിങ് ഇസ് ഇതൊരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 ടാർഗറ്റ് ലെവൽ. ആദ്യത്തെ 1,080 രൂപ, 1,100 രൂപ, 1,120 രൂപ. യെസ്, മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ചോദിക്കുന്നത് ഈ ഫുഡ്സ്, ബ്രൂവറീസ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്ന 1-2 സ്റ്റോക്കുകളാണ്. അതിലൊന്ന് ദേവയാനി ഇന്റർനാഷണൽ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ 0.6% ഒരു നഷ്ടത്തിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 18% റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ കേസ് പരിശോധിക്കുമ്പോൾ 3% ഇടിവിൽ 578 രൂപ എന്ന റേഞ്ചിലാണ്
ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. കാരണം കഴിഞ്ഞൊരു സെഷനിൽ 0.5% ഒരു ഇടിവിൽ 2108 എന്ന റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇയർ ടിൽ ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 19% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഹെറിറ്റേജ് ഫുഡ്സും ഓൾമോസ്റ്റ് ഒരു 58% മുന്നേറ്റം കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സോ പ്രിയ, നമ്മൾ ദേവയാനി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ദേവയാനി ഇന്റർനാഷണൽ. ആൻഡ് സ്റ്റോക്കിൻ്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 140 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ എത്തിയതിനു ശേഷം നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് പുതിയൊരു സപ്പോർട്ട് ബേസ് 170 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 169 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 3 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 185, അതിനെ തുടർന്ന് 195, അതിനെ തുടർന്ന് 205 രൂപ. സെക്കൻഡ് സ്റ്റോക്ക് ചോദിച്ചിരിക്കുന്നത് യുണൈറ്റഡ് ബ്രൂവറിയുടെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ലെവല് 2138 രൂപ. 2138 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 2180, അതിനെ തുടർന്ന് 2270. അടുത്ത സ്റ്റോക്ക് ഏതായിരുന്നു ചോദിച്ചെന്ന് ഒരിക്കൽ കൂടെ പറയാമോ? ഹെറിറ്റേജ് ഫുഡ്സ് കഴിഞ്ഞൊരു സെഷനിൽ 3% ഇടിവിലായിരുന്നു ഹെറിറ്റേജ് ഫുഡ്സ് ക്ലോസ് ചെയ്തത്. സോ ഹെറിറ്റേജ് ഫുഡ്സിൽ നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്നതിനെ തുടർന്ന് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വെറും 360 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് 740 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 5 സെഷൻസിൽ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ കേസിൽ 520 ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. എനിക്ക് തോന്നുന്നില്ല 520 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്യുവർ സ്പെക്യുലേറ്റീവ് ട്രേഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഇറ്റ് ഈസ് എ ഹൈലി റിസ്കി, ഹൈലി വോളറ്റൈൽ ട്രേഡ്. ന്യൂലി ലിസ്റ്റഡ് ആയിട്ടുള്ള 1-2 സ്റ്റോക്കുകളുടെ വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് ഇപാക് ഡ്യൂറബിൾസ് ആണ്. ഇപാക് ഡ്യൂറബിൾസിനെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷം 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 16% ഒരു നേട്ടം അല്ലെങ്കിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു സെഷനിലൊരു ഇടിവോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് നോവ അഗ്രിടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. നോവ അഗ്രിടെക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷനിൽ 3% നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും 9% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാം. എങ്കിൽ പോലും ലിസ്റ്റിംഗിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 21% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഈ 2 സ്റ്റോക്കുകൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? സോ ഇപാക്കിന്റെ ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നല്ലൊരു പെർഫോമൻസ് ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് നൽകിയിരിക്കുന്നത്. കാര്യം എന്തെന്നാൽ പല പുതിയ IPO സ്റ്റോക്സും കനത്ത സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപാക്കിന്റെ കേസിൽ ഏപ്രിൽ മാസത്തിൽ 150 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഗ്രാജുവലായിട്ട് അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിൻ്റെ വളരെ അടുത്തോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 200 to 210. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. മൈ എക്സ്പെക്റ്റേഷൻ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. നോവ അഗ്രിടെക്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും ലിസ്റ്റിംഗ് ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതിനുശേഷം കനത്ത സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ സ്റ്റോക്ക് 45 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു. അതിനുശേഷം വി ഹാവ് സീൻ സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ്. ബട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടത്. മൈ എക്സ്പെക്റ്റേഷൻ ഈ സ്റ്റോക്ക് 55 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല. സോ നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ
ബിറ്റ്വീൻ 55 and 60 ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 70 രൂപ, അതിനുശേഷം ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 77 രൂപ. ഈ രണ്ട് റെസിസ്റ്റൻസ് ഏരിയയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ മെൻഷൻ ചെയ്തിരുന്നു ഇ പാക്ക് ഡ്യൂറബിൾസിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ഹൈയിലേക്ക് ഉയർന്നേക്കാമെന്നുള്ളത്. ഇ പാക്കിൽ നമുക്കിപ്പോൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. സോ ഈ പാക്കിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ എനിക്ക് കാണാൻ സാധിക്കുക 200 രൂപ. സോ നമുക്ക് 200-210 ഇടയ്ക്ക് നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ ഒരു സെഷനിൽ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു നേട്ടത്തിൽ 182 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ടാറ്റ സ്റ്റീലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. സ്റ്റോക്കിലെ കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും ദ സ്റ്റോക്ക് ഇസ് എ സ്റ്റഡി പെർഫോമർ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു ടാറ്റ സ്റ്റോക്കിന്റെ ക്വറി കൂടി വന്നിട്ടുണ്ട്. അത് ടാറ്റ കൺസ്യൂമർ ആണ്. കഴിഞ്ഞ സെഷനിൽ 1112 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ കൺസ്യൂമർ FMCG സ്റ്റോക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു ടാറ്റ കൺസ്യൂമർ. ആൻഡ് ടാറ്റ കൺസ്യൂമർ നമ്മൾ നേരത്തെ സംസാരിച്ച ടാറ്റ ഇൻവെസ്റ്റ്മെന്റ്, ടാറ്റ മോട്ടോഴ്സിനെ ഒക്കെ പോലെ തന്നെ മാർച്ച് മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ പാറ്റേണിലായിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വന്നത്. കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 1120 രൂപ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു നല്ല ലോ റിസ്ക് അവസരം നൽകുന്നുണ്ട്. സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1140 രൂപ, അതിനെ തുടർന്ന് 1165, അതിനെ തുടർന്ന് 1220. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഈസ്റ്റ് പ്ലാനേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 42 രൂപ 26 പൈസ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈസി ട്രിപ്പ് പ്ലാനേഴ്സും അടുത്ത കാലത്തായിരുന്നു അത് അടുത്ത കാലം എന്ന് പറയുമ്പോൾ അബൌട്ട് 2 years ago ആയിരുന്നു ഇതിന്റെ ലിസ്റ്റിംഗ് നടത്തുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 35 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗറും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒന്നിലധികം പ്രേക്ഷകർ 1-2 ഹോട്ടൽ സ്റ്റോക്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സംഹി ഹോട്ടൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 190 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ഷാലറ്റ് ഹോട്ടൽസുമായി ബന്ധപ്പെട്ട വ്യൂവും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 825 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സംഹി ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്യപ്പെട്ട അധികം ദിവസമായിട്ടില്ല. ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്ക് അറൌണ്ട് 239 രൂപയ്ക്ക് അടുത്തായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. ബട്ട് കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 200 രൂപ. ആ 200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 220, അതിനെ തുടർന്ന് 240 രൂപ. ഷാലറ്റ് ഹോട്ടൽസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ജൂൺ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഇതിന്റെ ഒരു റീസെന്റ് ലോ ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിരിക്കുക 665 രൂപയിൽ. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ഫസ്റ്റ് മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 880 രൂപ. സോ 880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒരു പ്രേക്ഷകൻ PCBL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 250 രൂപ 15 പൈസ എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. സോ PCBLന്റെ കേസ് നോക്കുമ്പോഴേക്കും ജനുവരി മാസത്തിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ
343 രൂപയിലായിരുന്നു നമുക്ക് നൽകിയത്. അതിനെ തുടർന്ന് വി ഹാവ് സീൻ എ നൈസ് ഹെൽത്തി കറക്ഷൻ. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 262 രൂപയിൽ കാണുന്നുണ്ട്. 262 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതിനെ തുടർന്ന് നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 285, അതിനെ തുടർന്ന് 320 രൂപ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെക്യൂർ ക്രെഡൻഷ്യൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ഞാൻ സ്പെല്ല് ചെയ്യാം. SECURCREDENTIALS എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 14 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. സെക്യൂർ ക്ലൗഡ് ആണോ ക്രെഡൻഷ്യൽ ആണോ? ക്രെഡൻഷ്യൽ ആണ് സർ. So Secure Credential is a small cap stock. ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കാണുന്നുണ്ട്. ഒത്തിരി മാനിപ്പുലേഷൻ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒരു പ്രേക്ഷകൻ HFCL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 4% നേട്ടത്തിൽ 117 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ HFCL ഒരു കഴിഞ്ഞ 3 മാസത്തെ കറക്ഷനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാഴ്ചവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻ കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം കൺസിഡർ ചെയ്യുക. ഒരു പ്രേക്ഷകൻ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 11% മൂവ്മെന്റിൽ 286 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ പോപ്പുലർ വെഹിക്കിൾസ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട്. ഇറ്റ്സ് എ കേരള ബേസ്ഡ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും എഗെയിൻ ലിസ്റ്റിങ്ങിന് ശേഷം കഴിഞ്ഞ 3 മാസമായിട്ട് കനത്ത സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടത്. ബട്ട് ജൂൺ മാസത്തിൽ 200 രൂപയിൽ ഒരു ബേസ് ഫോം ചെയ്തതിന് ശേഷം വി ഹവ് സീൻ കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം കൺസിഡർ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 670 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ആർക്കിയൻ കെമിക്കൽസ് അഗെയിൻ ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. സ്റ്റോക്കിൻ്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ബേസ് 575 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് 700, അതിനെ തുടർന്ന് 725.